അരുണഗിരിനാഥർ തിരുവണ്ണാമലയിൽ ക്ഷേത്രത്തിൽ മുരുകൻ്റെ ദർശനം കിട്ടി. മുരുകൻ്റെ ദർശനം കിട്ടിയപ്പോൾ മുരുകൻ വന്ന് പാടാൻ പറഞ്ഞ് ഇങ്ങനെ പാടാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ മുരുകൻ വന്ന് വേല് കൊണ്ട് നാക്കിൽ ഓംകാരം എന്ന് എഴുതിയപ്പോൾ പാട്ട് പാടാൻ തുടങ്ങി. മുത്തൈ തരു പത്തി തിരുനകന് പാട്ട് പാടാൻ തുടങ്ങി. പാട്ട് പാടിയ ശേഷം ഇങ്ങേർക്ക് ജ്ഞാനം കിട്ടിയത് മാതിരി തോന്നുന്നില്ല. പാടി പക്ഷേ ഏതൊരു മാറ്റവും കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് മുരുകൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ മുരുകൻ വന്ന് ചുമ്മാ ഇരു ചൊല്ലറ എന്ന് പറഞ്ഞു. ഇത് ധ്യാനം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ധ്യാനം ചെയ്ത് അങ്ങേര് അവിടെ ധ്യാനം ചെയ്ത് ശരിക്ക് ധ്യാനത്തിൽ ഒരു മുരുകനെ നല്ല സെൽഫ് റിയലൈസേഷൻ കിട്ടി. ഒരു 100% ഇത് കിട്ടാൻ സമയമായത് 7 കൊല്ലം, 7 ഇയേഴ്സായി ധ്യാനത്തിൽ. അങ്ങനെ അത് കണ്ടു റിയലൈസായി സിദ്ധനായി. അപ്പോൾ മുരുകനെ പിന്നെ പാടുകയാണ്. എന്താണെന്ന് വെച്ചാൽ മുരുകാനിൻ ശരണ കമലാലയത്തെ അரை நிமிஷ நேரமட்டில் தவமுறை தியானம் வைக்க അറിയാതെ മുരുക നിൻ്റെ കമലത്തെ ധ്യാനം വയ്ക്കാൻ 1/2 മിനിറ്റിൻ്റെ മേലെ പറ്റുന്നില്ല. ഇതാണ് ഇമ്പോർട്ടൻ്റ്. എന്താണ് അങ്ങേര് ഇപ്പോൾ സിദ്ധനായി. അപ്പം ആദ്യം മെഡിറ്റേഷൻ പറയുമ്പോൾ ചില ആളുകൾ പറയും ഞാൻ 1 മണിക്കൂർ മെഡിറ്റേഷൻ ഇരുന്നു, 2 മണിക്കൂർ, 3 മണിക്കൂർ, എത്ര മിനിറ്റ് ഇരുന്നാലും 30 സെക്കൻഡ്, 1/2 നിമിഷം എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡിന് മുഴുവൻ മൈൻഡ് ജമ്പാവും. നിങ്ങളിപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ കമ്പനിയിൽ മൈൻഡ് പോകും, അല്ലെങ്കിൽ നാട്ടിൽ പോകും. 30 മിനിറ്റ് അതാണ്. അത് ഒന്ന് കുതിര മാതിരി ജമ്പ് ചെയ്യുന്ന മാതിരി ഗാലപ്പിംഗ് ആവും. ആ മൈൻഡിനെ കുറച്ചായിട്ട് വശമായിട്ട് കൊണ്ട് കെട്ടാൻ അങ്ങേർക്ക് 7 ഇയേഴ്സായി ഇതൊന്നും. അപ്പോൾ 1/2 നിമിഷ നേരമട്ടിൽ എന്ന് പറയുന്നത് 1/2 മിനിറ്റിന് ഒരിക്കൽ മൈൻഡ് ജമ്പാവും. അതിനെ വന്ന് ധ്യാനം ചെയ്ത് അത് കൊണ്ടുവരണം. അതിനാണ് മുരുകൻ വന്ന് ചുമ്മാ ഇരു ചൊല്ലറ എന്ന് വെച്ചാൽ നീ മെഡിറ്റേറ്റ് ചെയ്യേ എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ മെഡിറ്റേഷൻ കിട്ടിയ ശേഷമാണ് അങ്ങേർക്ക് അതിൻ്റെ മീനിങ് മനസ്സിലായി. ചുമ്മാ ഇരു ചൊല്ലറ എൻ്റലുമേ അമ്മ അൻ്റെ പൊരുൾ ഒന്നും ഞാൻ അറിഞ്ഞില്ലേ. എനിക്ക് അപ്പം മനസ്സിലായില്ല, പിന്നെയാണ് മനസ്സിലായി. ധ്യാനത്തിലെ കൂടെ തന്നെ മുരുകനെ പിടിക്കാൻ പറ്റും. ധ്യാനത്തിൽ കൂടെ മുരുകനെ പിടിക്കാം. അപ്പോൾ അതിൽ നിന്നുള്ള ശരവണ ധ്യാനമുണ്ട്, വേൽ ധ്യാനമുണ്ട്, പലവിധ ധ്യാനങ്ങൾ മുരുകനെ കുറിച്ച് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു വരണം, എന്നാലേ മുരുകൻ്റെ അനുഗ്രഹം കിട്ടും. ഇതാണ് ഇന്നത്തെ